യുവജനോത്സവ വേദികളിൽ തിളക്കമാർന്ന തലയെടുപ്പോടെ നിൽക്കുന്ന സ്വർണ്ണക്കപ്പ്. സ്വർണ്ണക്കപ്പിന്റെ നിർമ്മാണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ശില്പി ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ. ജാതി മതഭേദമന്യേ ഒരുപോലെ സഹകരിച്ചു കഴിഞ്ഞവരാണ് ചിറയൻകീഴുകാർ. നല്ലവരായ ഇവിടത്തെ ജനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുക്കുന്നു. കലയെ സ്നേഹിക്കുന്ന കുറെ പേർ. തികച്ചും ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷമാണ് ചിറയൻകീഴിന്റെ പ്രത്യേകത. നിത്യഹരിത നായകൻ പ്രേം നസീർ നൽകിയ ഉപദേശവും ചിറയൻകീഴിന്റെ അഭിമാനമായിരുന്ന ഫരദ് ഗോപിയുമായിട്ടുള്ള സൗഹൃദവും ഓർത്തെടുക്കുകയാണ് വരകളുടെ രാജശില്പി ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ. ഗോപൻ ശാസ്ത്രമംഗലം ചോദിച്ചറിഞ്ഞ വിശേഷങ്ങളിലേക്ക്. ശില്പങ്ങളാകെ വളരെ കുറച്ച് ശില്പങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഏറ്റവും പ്രധാനം 117 പവന്റെ സ്വർണ്ണക്കപ്പാണ്. അത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് എൻ്റെ പേര് പറഞ്ഞ് അത് കപ്പ ഉണ്ടാക്കണമെങ്കിൽ അത് ശ്രീധരൻ നായരെ കൊണ്ട് എന്നെ ഉണ്ടാക്കിക്കണം എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെന്ന് ചോദിച്ചോ പറഞ്ഞു, ഇതേ കപ്പ്, ഈ സ്വർണ്ണക്കപ്പ് പോലെ മറ്റൊരു കപ്പ് ഉണ്ടാവാൻ പാടില്ല, അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കണം. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് ആ ചങ്ക്, നാദം, പുസ്തകം, വിജ്ഞാനം, അപ്പോൾ നാദവും വിജ്ഞാനവും കൂടെ ആയപ്പോഴത്തേക്ക് പൂർണ്ണതയായി. അപ്പോൾ ചങ്ക് കൈക്കാട്ടാക്കി 7 രാഗങ്ങളാണ്, 7 വള, വെറുതെ വരച്ചിരിക്കുന്നതല്ല വള, 7 രാഗങ്ങളാണ്. കൈ, ധർമ്മം, ഇതെല്ലാം കൂടെ ഉള്ള ആ സ്വർണ്ണക്കപ്പ്. അല്ല, വെറും ഒരു കപ്പല്ല അത്. അതുകൊണ്ട് അത് എന്നും നിലനിൽക്കും. അത് TM ജേക്കബിന് വളരെ സന്തോഷം. അദ്ദേഹം ഒരു മന്ത്രിക്ക് അപ്പുറത്ത് ആ കപ്പിനോട് പണം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. വളരെ ഒരു കൊല്ലത്തെ ശ്രമം കൊണ്ടാണ് ഈ 117 പവൻ പൈസ പിരിച്ചെടുത്തത്. അല്ല, സർക്കാരിന്റെ പൈസ ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം നടന്ന് പിരിച്ച് സ്വർണ്ണക്കടക്കാരെല്ലാം കൂടെ 6 പവനെ കിട്ടിയുള്ളൂ. പിന്നെ പലയിടത്തുനിന്നായിട്ട് പണം പിരിച്ചെടുത്താണ് ആ കപ്പുണ്ടാക്കിയത്. സർക്കാരിൻ്റെ പൈസ ഒന്നുമല്ല. കപ്പ് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ 1 ആഴ്ച എടുത്തുള്ളൂ. പക്ഷെ കാരണം ഒറിജിനൽ കോസ്റ്റ് ചെയ്തത് ഞാൻ കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പ്ലാസ്റ്റർ പാരീസിലാക്കി. അത് തൃശ്ശൂർ ഒരു സ്വർണ്ണക്കടക്കാർ പിന്നെ അത് സ്വർണ്ണത്തിലേക്ക് മാറ്റി. അത് മെഴുകിലുണ്ടാക്കിയിട്ട് മെഴുകി ഒരുക്കിയെടുത്താണ്. 2-3 പ്രോസസ്സ് കഴിഞ്ഞാണ് ആ സ്വർണ്ണക്കപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇതിനോടൊന്നും യാതൊരു താല്പര്യം. ഇപ്പോൾ ട്യൂഷനാണ് എല്ലാവർക്കും. കലയോട് എത്ര വലിയ താല്പര്യം. ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം ആയിരുന്നു മുൻപ് ഇന്ത്യയിലെന്ന്. ഇപ്പം മലബാർ, കോഴിക്കോട്, എല്ലാ നോക്കിയാലും നമുക്കറിയാം. റിസൾട്ട് നോക്കിയാൽ പോലും നല്ല റിസൾട്ട് വരുന്ന വടക്കോട്ടാണ്. ഇവിടെ ഈ ആർഭാടത്തിലോട്ടങ്ങ് ആൾക്കാർ മാറി. സാറും ചിറയൻകീഴ് എന്നുള്ള സബ്ജക്റ്റ് എന്ന് പറയുക, സാറും ചിറയൻകീഴ് സുഹൃത്തുക്കളും നല്ല ഒരു കാലഘട്ടമായിരുന്നു ഞാൻ പഠിക്കുന്ന കാലം. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുക. വൈകുന്നേരം അമ്പലത്തിൻ്റെ മുമ്പൊക്കെ ഒരു വലിയ മൈതാനമാണ്, അവിടെ പന്ത് കളിക്കുക. ഈ പന്ത് കളിക്കുന്നതിന് പുറമെ തന്നെ ഒരു ബന്ധം, അവിടെ ജാതിയും മതവും ഒന്നുമില്ല. ഒരിക്കലും ഒരു കലാപം ചിറയൻകീഴ് ഉണ്ടായിട്ടില്ല. എല്ലാ വീട്ടിലും എല്ലാ മക്കൾക്കും ഒരേപോലെയാണ്. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. അതുകൊണ്ടാണ് ചിറയൻകീഴിൻ്റെ ഒരു മറ്റുള്ളയിടത്തു നിന്ന് മാറി നിന്ന് ഏത് സ്ഥലത്ത് ചെന്നാലും ചിറയൻകീഴുള്ളവൻ കാണും. എവിടെ പോയാലും മലയാളികൾ എവിടെ ചെന്നാലും കാണുമെന്ന് പറഞ്ഞ കണക്ക് എവിടെ ചെന്നാലും ചിറയൻകീഴുകാരൻ എവിടെയെങ്കിലും ഒരിടത്ത് കാണും. ഞാൻ അവിടെ ഒരു മിഡിൽ സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞ് ചിറയൻകീഴ് ശ്രീ ചിത്ര മാസമുള്ള സാറിൻ്റെ ഹൈസ്കൂളിൽ വിട്ട് MB കൃഷ്ണമുള്ള സാർ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രം എനിക്ക് വരയ്ക്കാൻ പറ്റി. ആ പഞ്ചായത്തിൽ ചിറയൻകീഴ് വലിയ ലൈഫ് സൈസ് പടം ഞാൻ വരച്ചതാണ്. അത് അവിടെ സൂര്യ വെച്ചിട്ടുണ്ട്. ചിറയൻകീഴ് എൻ്റെ ആകെ ഉള്ള ഒരു പടം അതേ ഉള്ളു അവിടെ. കുട്ടിക്കാലം മുതലേ ആ വീടുമായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അനിയനും ഞാനും ക്ലാസ്മേറ്റാണ്. പിന്നെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു, എനിക്ക് സിനിമയിലോട്ട് വന്ന് ഈ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്താൽ കൊള്ളാം, വേണ്ട, നീ സിനിമയിലുണ്ട്, നീ എത്രത്തോളം പഠിക്കുമോ അത്രത്തോളം സഹായം ഞാൻ എന്ത് രീതിയിൽ വേണോ സഹായം വേണോ ഞാൻ ചെയ്തുതരാം, നീ ദയവ് ചെയ്ത് ഈ കല കളയരുത് എന്ന് പറഞ്ഞ് ചിത്രകല പഠിക്കാനും വളരെ പ്രോത്സാഹിപ്പിച്ചു തന്നെ. അത് അവാർഡ് വാങ്ങിക്കാനായിട്ട് ഡൽഹിയിൽ പോകാനായിട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞാൽ എനിക്ക് അവാർഡ് കിട്ടി, ഞാൻ ഡൽഹിയിൽ പോകാൻ. അതിന് മുഴുവൻ ചിലവ് നസീറാണ് കഴിച്ചത്. അതൊന്നും ഞാൻ മറക്കില്ല. പഴയ കാര്യങ്ങളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ആ ഒരു സ്നേഹബന്ധം
അദ്ദേഹത്തിൻ്റെ ഉമ്മയും ബാപ്പയും എന്നോട് അത്ര വാത്സല്യമല്ലായിരുന്നു. കാരണം ഈ പടം വരകളുണ്ടായിരുന്നു അവർക്ക്. അവരുടെ എല്ലാ ബന്ധുക്കളും അവിടെ ജാതിയും മതമൊന്നുമില്ല. മാസ്റ്റർ ഇന്നത്തെ പോലെ ഒരു വർഗീയതയില്ലാത്തൊരു സ്ഥലമാണ് കോവിയണ്ണൻ. നല്ല രസമാണ്. കാരണം കോവിയണ്ണൻ ഒരു തനി ഗ്രാമീണനാണ്. ആ സിനിമയിൽ കാണുന്നതൊന്നും സത്യം അഭിനയിക്കാനില്ല, ഒരു ജീവിതമാണ്. കാരണം ആ വെറും ഗ്രാമീണ അദ്ദേഹത്തിന് സ്വഭാവം അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതമാണ്. ആ സിനിമയിൽ അതേപോലെ വളർത്തിയിട്ടുണ്ട്. അടൂർ പോലത്തെ അത് കണ്ടുപിടിച്ചെന്നുള്ളതാണ്. അതിലൊരു മേക്കപ്പ് ഒന്നുമില്ല, തനി ഗോവിന്ദനാണ്. മനോരമയിൽ ഇരിക്കുമ്പോഴേ മനോരമയുടെ വിശേഷ പ്രതികൾക്ക് പടച്ചിത്രം വരയ്ക്കാനുള്ളത്. അപ്പം അവിടെ വരുന്ന സാഹിത്യകാരന്മാരെ എല്ലാം നേരിട്ട് പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. ഇപ്പം ശങ്കരക്കുറുപ്പായാലും കുഞ്ഞിരാമൻ നായരായാലും ആരായാലും ചെമ്മനം ചാക്കോയായാലും എല്ലാവരും നേരിട്ട് എഴുത്തിലൂടെയൊന്നും ഇല്ല, നേരിട്ട് കണ്ട് സംസാരിക്കുക. അവരുടെ കവിതയുടെ ഉദ്ദേശം, ഈ കവിതയുടെ ഉള്ളടക്കം എന്താണ്, ഞാൻ ചെയ്തതിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഈശ്വര എനിക്കുണ്ടായി. അതുകൊണ്ട് ആ ചിത്രങ്ങളെല്ലാം നന്നായത്, അത് മനസ്സിലാക്കി. പിന്നെ ഈ കാവ്യചിത്രങ്ങളിലോട്ടൊന്നും ഇപ്പോഴത്തെ ഈ പുതിയ ചിത്രകാരന്മാരൊന്നും അതിലോട്ട് വന്നിട്ടില്ല. കാരണം രവിവർമ്മയ്ക്ക് ശേഷം കാവ്യചിത്രങ്ങൾ വരച്ചുകളേക്കാൾ മാത്രമേ ഉള്ളൂ. അതുവരെ ഭാര്യയും മറ്റവർക്ക് അതിന് താല്പര്യമില്ല. കാരണം അവിടുത്തെ ആധുനികത മഞ്ഞുമലയിൽ അങ്ങ് മുഴുകിപ്പോയി. മനസ്സിലാവാത്ത ചിത്രം വരയ്ക്കുക, അത് മനസ്സിലാവാന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള രീതിയിലായി.